കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് ഇവാൻ ബുക്കോമാനോവിച്ചിനെ സാക്ക് ചെയ്തതിന് പിന്നാലെ ആരായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത പരിശീലകൻ എന്നറിയാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചകൾ ചൂടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ റൂമർ ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്തിയതാണ്. എന്നിരുന്നാൽ പോലും കുറെ ആളുകൾ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് നല്ല രീതിയിൽ മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ജർമ്മൻ പരിശീലകനായിട്ടുള്ള മാർക്കസ് ബബേൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനാകും എന്ന തരത്തിൽ റിപ്പോർട്ട് വരുന്നുണ്ട്. ആള് ഏറ്റവും ഒടുവിൽ പരിശീലിപ്പിച്ചത് ഓസ്ട്രേലിയയിലെ ടോപ്പ് ഡിവിഷൻ ലീഗായിട്ടുള്ള എ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന വെസ്റ്റേൺ സിഡ്നി വാണ്ടറേഴ്സിനെയാണ്. അതുകൂടാതെ അദ്ദേഹം നിരവധി ജർമ്മൻ ക്ലബ്ബുകളിലും പരിശീലകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ജർമ്മൻ ക്ലബ്ബുകളിൽ മാത്രമല്ല സ്കോട്ടിഷ് ക്ലബ്ബുകളിലും അദ്ദേഹത്തിന്റെ മാനേജീരിയൽ കരിയർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കായിക ജീവിതത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ലിവർപൂളിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, പിന്നെ ബ്ലാക്ക് ബോണിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, പിന്നെ ബയേൺ മ്യൂണിക്കിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അപ്പം ജർമ്മനിയിലെയും ഇംഗ്ലണ്ടിലെയുമായ നിരവധി വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടി ബൂട്ട് കയറ്റിയിട്ടുള്ള ഒരു ഇതിഹാസ താരത്തിനെയാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഇയാൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വർക്കൗട്ട് ആകുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ആളൊരു ഡയറക്റ്റ് ഫുട്ബോളിന്റെ വക്താവാണ്. ഈ ഡയറക്റ്റ് ഫുട്ബോളിന്റെ വക്താക്കളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓക്കെ, പരിശീലകന്റെ പ്രൊഫൈല് വലുതായിരിക്കും, പക്ഷെ അതിനനുസരിച്ച് ഇവിടുത്തെ പോങ്ങന്മാർ കളിക്കുകയും കൂടെ വേണം. അല്ലാതെ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഈ ഡയറക്റ്റ് ഫുട്ബോൾ കളിക്കാനുള്ള കപ്പാസിറ്റി ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിപ്പിച്ച് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. സ്പാനിഷ് പരിശീലകരായിരുന്നെങ്കിൽ ആ ഒരു സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായേനെ. അത്യാവശ്യം ഫിസിക്കാലിറ്റി വേണം. അപ്പം നമ്മുടെ താരങ്ങൾക്ക് ആരോഗ്യം ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ പരിശീലകൻ വന്നു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ കൂടുതലൊന്നും പറയുന്നില്ല. ഒരു ജർമ്മൻ പരിശീലകൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അറ്റാക്കിംഗ് ഫുട്ബോളിന്റെ സൗന്ദര്യം, ടോട്ടൽ ഫുട്ബോളൊക്കെ കാണാൻ പറ്റും. പക്ഷെ അത് നമ്മുടെ താരങ്ങൾ എത്രമാത്രം ഇതിനോട് അഡാപ്റ്റ് ആവും എന്നുള്ള ഒരു ചോദ്യചിഹ്നം കൂടിയാണ്.